ഹായ് ഫ്രണ്ട്സ്, ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എണ്ണയില്ലാതെ വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാക്കിയെടുത്ത മീൻ ഫ്രൈ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തേങ്ങാപ്പാലിൽ മീൻ ഫ്രൈ ചെയ്യുന്നതിന് 1/2 കിലോ നല്ല ദശക്കട്ടിയുള്ള മീനാണ് എടുത്തിരിക്കുന്നത്. ഏത് മീനിലും നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ മസാല തയ്യാറാക്കുന്നതിന് മുമ്പ് 1 കപ്പ് തേങ്ങയുടെ കട്ടിയുള്ള തേങ്ങാപ്പാൽ നമുക്കെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആ തേങ്ങ ഇട്ടു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിനി മീൻ മസാല എടുക്കാം. ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതൊരു 3/4 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതിലേക്ക് 1 നാരങ്ങയുടെ ജ്യൂസും കൂടി ഒഴിക്കുക. ഇത് നല്ലതുപോലെ ഇളക്കുക. ഈ മീൻ മസാലയിലേക്ക് 1 കപ്പ് തേങ്ങയുടെ കുറിയ തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. വീണ്ടും കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് 1/2 കപ്പോളം ഉണ്ടായിരുന്ന തേങ്ങാപ്പാൽ നമ്മൾ മീൻ മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഈ മസാല മീനിൽ പുരട്ടാം. ഈ മീൻ്റെ കൂട്ടിലേക്ക് 1 സവാള നല്ലതുപോലെ അരച്ചതും കൂടെ ചേർത്ത് നല്ലതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുക. എല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മീൻ 1 മണിക്കൂർ ഇങ്ങനെ വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വറുത്തെടുക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിനി ഈ മീൻ പൊരിച്ചെടുക്കാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ചൂടാകുമ്പോഴത്തേക്ക് മീൻ നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒട്ടും എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഈ തേങ്ങാപ്പാലിൻ്റെ അരപ്പിലാണ് മീൻ നമ്മൾ പൊരിച്ചെടുക്കാൻ പോകുന്നത്. ഫ്ലെയിം വളരെ കുറവാണ്. നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലെല്ലാം മീൻ നമുക്ക് നല്ലതുപോലെ പൊരിച്ചെടുക്കാം. നമുക്കിതിൻ്റെ മുകളിലേക്ക് 5-6 കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പതുക്കെ ഒരു സൈഡ് നല്ലപോലെ മൊരിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം. വളരെ സൂക്ഷിച്ചേ തിരിച്ചിടാവൂ, കാരണം സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്. ഒരു വശം നമ്മൾ തിരിച്ചിട്ടു, അതും കൂടി അടിവശവും കൂടി ഒന്നുകൂടെ മുരിഞ്ഞു വരട്ടെ. നമുക്ക് മീനൊന്ന് നോക്കാം. നല്ലതായിട്ട് ആ തേങ്ങാപ്പാലിൽ മുരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിനും കോരിയെടുക്കാം. നമ്മൾ ആ മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇത്രയും മാത്രമേ ഉള്ളൂ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട്. വളരെ സിമ്പിളാണ്, അതുപോലെ ടേസ്റ്റിയുമാണ്. ഇതുപോലെ ഒന്ന് മീൻ ഫ്രൈ ചെയ്ത് നോക്കണേ. നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടമാകും. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.